ഹലോ ഹായ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുളിസാദമാണ്. ഇരിക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടി പറയാം. 2 സ്പൂണ് ഉഴുന്നുപരിപ്പ്, 2 ടീസ്പൂണ് കടലപ്പരിപ്പ്, 2 ടീസ്പൂണ് മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 4 വറ്റൽമുളക്, 1/2 ടീസ്പൂണ് ഉലുവ. അത്രയും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് അതിന് ശേഷം വേണം ഈ കായപ്പൊടിയും കൂടി ചേർക്കണത്. ഇപ്പൊ നല്ല മാതിരിക്ക് വറുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർക്കും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ചൂടറിയതിന് ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ചോറ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ കേട്ടോ. നല്ലെണ്ണയിലാണ് ഇത് തയ്യാറാക്കുക. അപ്പൊ നല്ലെണ്ണ, 1 ടീസ്പൂണ് കടലപ്പരിപ്പ്, കപ്പലണ്ടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉഴുന്നുപരിപ്പ്, വേപ്പില, കടുക്, ഇത് പുളി പിഴിഞ്ഞത്, പിന്നെ ഉപ്പ്, ചോറ്, പിന്നെ നേരത്തെ ഞാൻ വറുത്ത ഇത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്, പുളിസാദം ഉണ്ടാക്കാൻ വേണ്ടത്. ഇനിയിപ്പോ ഞാനത് തയ്യാറാക്കാൻ പോവാണ്. സ്വാദിഷ്ടമായ പുളിസാദം ഇവിടെ തയ്യാറാണ്. ഇനി ഇത് കഴിച്ചു നോക്കാം.